ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ സുപ്പു ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ അങ്ങോട്ട് പൊടിയൊക്കെ അപ്പോഴത്തന്നെ ഇങ്ങനെ പച്ചയായിട്ടല്ലേ നമ്മൾ മിക്സ് ചെയ്ത് ഇടുന്നത്. ഇന്ന് സുപ്പു കുറുക്കുമായിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. കുറുക്കിയ ഒരു നല്ലൊരു അടിപൊളി പായ്ക്കാണ്. അത് ഞാൻ ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് ഓടി വരുമോ അതോ അങ്ങ് പോവോ? അതുവഴി പോവല്ലേ, സുപ്പു ഇവിടെ തന്നെ ഇരിക്കാം. പോയി കണ്ടിട്ട് ഓടിയോ കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനും അത് എന്തൊക്കെ സാധനങ്ങളാണെന്നും ഒന്ന് പെട്ടെന്ന് ഓടിപ്പോയി എന്ന് കണ്ടിട്ട് കേട്ടോ. നമ്മുടെ പായ്ക്കൊക്കെ റെഡിയാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേ ഞാൻ 2 തക്കാളി ജ്യൂസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിനകത്തൊന്നും നമുക്ക് ഒരുപാടൊന്നും ഇതിൻ്റെ ജ്യൂസൊന്നും കിട്ടത്തില്ല കേട്ടോ. 2 ഞാൻ എടുത്തു തക്കാളി. ഇനി വേണ്ടത് നമുക്ക് കടലമാവാണ്. ഒരിക്കലും നമ്മൾ അടുപ്പത്തോട്ട് ഇതങ്ങോട്ട് ചൂടായി കഴിഞ്ഞ് നമ്മൾ പൊടി ഇടാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിനുള്ളത് എടുത്ത് പൊടി ഇങ്ങനെ കലക്കിയിട്ടാണ് ഞാൻ ഇത് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത് കേട്ടോ. പാലോ വെള്ളമോ ഒന്നും ചേർക്കരുത്. ഈ തക്കാളി ജ്യൂസിനകത്ത് തന്നെ നമ്മുടെ ഇത് കടലമാവ് വെന്ത് വരണം കേട്ടോ. കുറച്ച് മതി, ഒരുപാട് വേണ്ട. നമുക്ക് നിറച്ചിക്ക് ഞാൻ കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കട്ടെ. എന്നിട്ടത് കുറുക്കിയെടുക്കാം. കട്ടയില്ലാതെ എടുക്കണം, എന്നാലേ നമുക്കത് ആ കുറുക്ക് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കട്ട ഇങ്ങനെ നമ്മളിങ്ങനെ ഇച്ചിരി നേരം ഒന്ന് ആക്കുമ്പോൾ കട്ടയെല്ലാം പോവും കേട്ടോ. ഞാൻ കുറുക്കിക്കൊണ്ടുവരാം. ഈ ചരുവത്തിനകത്തോട്ട് അടിക്കട്ടിയുള്ള ചരുവത്തിനകത്ത് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ഞാൻ കുറുക്കിക്കൊണ്ടുവരാം. നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ചെറു തീയിൽ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ എനിക്ക് പേടി കേട്ടോ, തീയുടെ അടുത്തോട്ട് ഇങ്ങനെ വെച്ച് ഞാൻ മൊബൈൽ പിടിക്കാൻ. ഞാൻ കുറുക്കി എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ ചെറു തീയിൽ പെട്ടെന്ന് ഇതങ്ങ് ആവും കേട്ടോ. വേണ്ട ഇങ്ങനെ ആയി വന്നു. ചെറു തീയിലിട്ട് നമ്മളിങ്ങനെ കുറുക്കിയെടുത്ത് ആറിയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. കുഞ്ഞാവ കഴിക്കാനുള്ള കുറുക്കൊക്കെ കുഞ്ഞാവയുടെ റെഡിയായി കേട്ടോ. ഇനി ആറട്ടെ. നമ്മുടെ കടലമാവൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ. ചെറു തീയെ ആക്കാവൂ. ഇതൊന്ന് ആറിയിട്ട് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. എന്തൊക്കെയാ സാധനങ്ങളാണ് എടുത്തതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ കണ്ടോ? അതോ കണ്ടിട്ട് അതുവഴി അങ്ങ് പോയോ? സുപ്പിൻ്റെ അടുത്ത് തിരികെ വന്നില്ലെന്ന് തോന്നുന്നു. കുറച്ച് കൂട്ടുകാർ അല്ലേ, കുറച്ച് കൂട്ടുകാരെ ഞാൻ കണ്ടില്ല കേട്ടോ. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന സുപ്പു. ആ കുറുക്കാണ് ഈ കുറുക്ക് കേട്ടോ. സുപ്പു എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് ഈ കുറുക്ക്. കണ്ടോ, അയച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മൾ എന്തോ ചെയ്യുവാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യും കേട്ടോ. ടേസ്റ്റ് ചെയ്തു നമ്മളിവിടെയൊക്കെ ഒന്ന് നോക്കും. ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളിതൊക്കെ പെരക്കത്തുള്ളൂ കേട്ടോ. എനിക്കിതിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ മിക്കവാറും നമ്മൾ ചെയ്യുന്നതല്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കിതൊന്നും വായിക്കണമെന്നും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങളോട് പറയുന്നതും. എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്യാവൂ കേട്ടോ. ചിലർക്ക് എല്ലാവർക്കും അതൊന്നും പിടിക്കണമെന്നും ഒന്നുമില്ല കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ കഴിക്കുന്നതല്ലേ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. 2 തക്കാളിയുടെ ജ്യൂസ് വെച്ചാണ് നമ്മൾ. വേറെ ഒന്നും പാലോ വെള്ളമോ തൈരോ മോരോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കരുത്. ഈ ഒരു തക്കാളിയുടെ ജ്യൂസിൽ വേണം ഈ നമ്മുടെ കടലമാവ് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. പെട്ടെന്നാവും, ചെറു തീയെ ആവും. ഒത്തിരി തീയിട്ട പെട്ടെന്ന് അങ്ങ് അടി പിടിച്ചങ്ങ് കരിഞ്ഞു പോവും. പതുക്കെ കുറുക്കി നമ്മൾ എടുക്കണം. കടലമാവ് വേവിയും ചെയ്യണം. ആ ഒരു കുറുക്കാണിത് കേട്ടോ. നമുക്ക് ഇടാം. നല്ല അടിപൊളി പായ്ക്കാണ്. ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. അടിപൊളിയാണ്. മോൻ കഴിയിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് ഇത് നമ്മൾ കുറുക്കിയെടുത്ത് നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തണുപ്പിക്കണം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ
മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അല്ലാതെ ഇത്തിരി നേരം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോഴങ്ങ് പെട്ടെന്ന് തണുക്കും, ഒത്തിരി ഒന്നും ഇല്ലല്ലോ. അത്യാവശ്യത്തിന് മാത്രം നമ്മൾ കടലമാവ് എടുക്കണം, കുറച്ച് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവ് അറിയാമല്ലോ, നമ്മുടെയൊക്കെ എന്നിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അളവുകൾ അറിയാമല്ലോ. അപ്പോൾ കുറച്ച്, ഒരുപാട് ഏറിപ്പോവരുത് കടലമാവ്, അങ്ങോട്ട് കട്ടിക്കൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ അത് പയ്യനെ ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ തേച്ച് പിടിക്കണം കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചല്ല, സത്യമായിട്ടാണ് ഫ്രിഡ്ജിലൊന്നും വെച്ചല്ല കേട്ടോ. അടിപൊളിയാണ്, ഇടുക്കാച്ചിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്. നമ്മുടെ മക്കളുമാർക്ക് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, അതുപോലെ നമ്മളങ്ങ് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. കുറുക്കവും പിന്നെന്താ പൂരകവും പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണെന്ന് തോന്നല്ലേ. അതുപോലെ അങ്ങ് ഇപ്പം മക്കൾക്കെല്ലാം കുറുക്ക് കൊടുക്കുന്നത് അമ്മമാരെ മുഖത്തിടാൻ വേണ്ടി കുറുക്കിയെടുക്കുകയാണല്ലേ. ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. എന്ത് തണുപ്പാണെന്നറിയാം. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് തണുപ്പിന് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ സുപ്പ് കാണിച്ച് തരുന്നതെല്ലാം ഈ ചൂട് സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയ പായ്ക്കലാണ് കേട്ടോ. നമുക്ക് കിട്ടും, റിസൾട്ട് കിട്ടും. നല്ല അടിപൊളി പായ്ക്കലാണ് കേട്ടോ. ചിലപ്പോൾ സങ്കടം കൊണ്ട് ചിലപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ നാളെ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനിരിക്കും. പക്ഷേ എന്തോ ആ സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് കൂട്ടുകാരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും വീഡിയോ ഇടാൻ നോക്കി, എന്തെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കും കേട്ടോ. ഇന്നലെ സമയമില്ലാതിരുന്നിട്ടും എൻ്റെ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 15-20 മിനിറ്റ് നമുക്ക് ഇരിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. 15-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് ഇത് തുടച്ച് മാറ്റിയോ കഴുകി മാറ്റിയോ സോപ്പോ ഒന്നും ഇടരുത്, ചൂടുവെള്ളം ഒന്നും വേണ്ട, തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അത്ര നേരം സുപ്പ് ഇവിടെ ഒന്ന് ഇരിക്കാം. ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ. പായ്ക്കിട്ടിട്ട് ഞാനിവിടെ ഇരിക്കത്തില്ല. ആരെങ്കിലും വന്നാലോ, അകത്താണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഓടി രക്ഷപ്പെടാം. 15 കേട്ടോ, 15 മിനിറ്റ് ഇരിക്കാം. ഇതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റായി. 15 മിനിറ്റായപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഉണങ്ങി വന്നു കേട്ടോ. കഴിക്കൊണ്ട് വരട്ടെ, കഴിക്കൊണ്ട് വരാം. ഇതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകിയിട്ടൊക്കെ വന്നു. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നല്ല കൂളിങ്ങൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി പായ്ക്ക് തന്നെയാണ് ഇത് കേട്ടോ. കുറുക്കുണ്ടാക്കിയത് ചൂടോടെ കൊണ്ടുവന്ന് മുഖത്ത് തേക്കരുത് കേട്ടോ. ഇനിയും പറയണം, എനിക്ക് സുപ്പും അങ്ങനെ പറഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നെ, നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കിത് ഇടാം കേട്ടോ. സുപ്പ് പക്ഷേ വെളിയിൽ വെറുതെ ഇങ്ങനെ വെച്ചിരുന്ന് ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് തേച്ച് നോക്കിയേ. അടിപൊളി കിടുക്കാച്ചി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സണ്ടാനൊക്കെ പോകാനും അടിപൊളിയാണ് കേട്ടോ. കറുത്ത് കരുവാളിച്ചിരിക്കുന്ന മുഖമൊക്കെ ദേ വെളുത്ത് അങ്ങോട്ട് പാറും, ചുമ്മാതെ കേട്ടോ. വെളുത്ത് പാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തായാലും അടിപൊളി കിടുക്കാച്ച റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സുപ്പോനോട് ക്ഷമിച്ച് മാപ്പാക്കണം കേട്ടോ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. കടലമാവൊക്കെ ഒരു 250 ചേട്ടന്മാരോട് പറഞ്ഞാൽ മതി കേട്ടോ, വാങ്ങിച്ചുകൊണ്ട് തരും. നമ്മുടെ ചേട്ടന്മാരിൽ, നമ്മുടെ സ്വന്തം ചേട്ടന്മാർ കേട്ടോ. സൂപ്പിൻ്റെ കടലമാവ് അങ്ങ് തീർന്നു പോയായിരുന്നു. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ വാങ്ങിച്ചുകൊണ്ട് തന്നത്. ഞാൻ പറഞ്ഞില്ലേ, റോസ് വാട്ടർ തീർന്നായിരുന്നു, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ തീർന്നായിരുന്നു, കടലമാവ് തീർന്നായിരുന്നു. ഇതൊന്നും നമ്മളാണ് വഴക്കും അറിയത്തില്ല കേട്ടോ, ഇതൊന്നും ഇടുന്നതിന്. പക്ഷേ
അല്ലാതുള്ള ക്രീമുകളൊന്നും ഇഷ്ടമല്ല, പുള്ളിക്കും ഇഷ്ടമല്ല. ഞാനും മോളും അങ്ങനെ അതൊന്നും തേക്കാറില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം എന്നും എന്തെങ്കിലും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടല്ലോ ഞാൻ പായ്ക്കിളക്കി ഇരുന്ന് കേട്ടോ. ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരുപാട് നമ്മൾ സോപ്പ് നമ്മുടെ മുഖത്ത് ഇടാനും നോക്കരുത് കേട്ടോ. ഒരുപാട് അങ്ങ് ഇടാനും നോക്കരുത്. ഇതൊന്നും ചെയ്തിട്ട് സോപ്പൊന്നും ഇട്ട് മുഖം കഴുകരുത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നതും കൂടെ അലങ്കോലമായി പോകും കേട്ടോ. അതുകൊണ്ട് മുടിയിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ അങ്ങനെ ഷാമ്പു അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ താളിയൊക്കെ കാണുമല്ലോ, ചെമ്പരത്തി താളിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മൾ മുടിക്ക് അങ്ങനെ ഷാമ്പു ഇടാറില്ല കേട്ടോ, ഷാമ്പു ഇടാറില്ല. പിന്നെ എന്താ, അപ്പം ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം സുപ്പു നാളെയും വരാം കേട്ടോ. നല്ല അടിപൊളി പായ്ക്കുമായിട്ട് തന്നെ വരാം കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ മുഖമൊക്കെ അങ്ങ് തണുപ്പിക്കാൻ നമുക്ക് എന്തോ ചൂടാ, കാറ്റും വെയിലും ഭയങ്കരമാണ് കേട്ടോ. ചൂടൊന്നും സഹിക്കാൻ വയ്യാതെ തുടങ്ങി. എല്ലായിടത്തും ഒക്കെ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടെ സരസും ഇവിടെ കിടന്ന് മേഖല ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം പഠിച്ചോളും കനാല് പോലും ഇതുവരെ തുറന്നു കിട്ടട്ടില്ലെന്നൊക്കെ പറച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, മാടി തളർന്ന് നിൽക്കുക ചെടികളൊക്കെ. രാവിലെയും വൈകിട്ടും മിക്കവാറും ഞാൻ ഒഴിക്കും കേട്ടോ. ഇനിയിപ്പം ചൂട് കൂടി വരത്തതേ ഉള്ളൂ. ഇനി എന്തൊക്കെയോ ശിവരാത്രിയൊക്കെ എന്തായി, ഇപ്പോഴടുത്തെങ്ങാണ്ടല്ലേ, അതൊക്കെ കഴിഞ്ഞാൽ ഇനി ചൂടൊക്കെ കുറയത്തുള്ളായിരിക്കും അല്ലേ. എന്നാലും ഇടയ്ക്ക് നമ്മൾ കളിപ്പിക്കാൻ ചെറുതായിട്ട് മഴ ചന്നിയൊക്കെ കാണിക്കുന്നുണ്ട്. പെയ്യുന്നൊന്നുമില്ല കേട്ടോ, നമ്മളെ കളിപ്പിക്കുമായിരിക്കും അല്ലേ. വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നിങ്ങൾ ചെയ്ത് നോക്കി ഓടിപ്പോയി കേട്ടോ. ഈ സുപ്പുവിൻ്റെ കിടുക്കാച്ചി വിദ്യ നിങ്ങളൊന്ന് ചെയ്ത് നോക്കെ, എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം. സുപ്പുവേ ചെയ്ത് നോക്കി കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമാവും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമാകുമ്പോൾ എൻ്റെ പൊന്നെ കിടുക്കാച്ചി സന്തോഷം തന്നെ കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.